സാറേ, ഈ മാധവമേനോൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു വലിയ പുള്ളിയാണ്. പഴയ പേരുകേട്ട തറവാട്ടുകാരാണ്. ഈ മരിച്ച കുട്ടി അയാളുടെ മൂത്ത മോളാണ്. ഇതിൽ താഴെ ഒരു പയ്യൻ കൂടിയുണ്ട്. കോൺസ്റ്റബിൾ അനീഷ് ജീപ്പിലിരുന്ന് ചെറിയൊരു വിവരണം നൽകി CI സാം അലക്സിന്. ഇതെന്തേപ്പോൾ സംഭവം? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അനീഷേ? സാം കാര്യങ്ങൾ വിശദമായി അറിയാൻ ശ്രമിച്ചു. സാറേ, ഈ പെങ്കൊച്ചിന് ഒരു പ്രേമം ഉണ്ടായിരുന്നു. ഇവർ വലിയ തറവാട്ടുകാരാണ്. ഈ ജാതിയും അഭിമാനവും ഒക്കെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ടീംസ്. ആ ചെറുക്കൻ ഇവരെക്കാൾ താഴ്ന്ന ജാതിയിലുള്ളതാണ്. മാത്രമല്ല, ഇവിടെ സിറ്റിയിൽ ഒരു മോട്ടോ ബൈക്ക് വർക്ക്ഷോപ്പ് നടത്തുക. സാമ്പത്തികം നോക്കുവാണെങ്കിൽ ആനയും ഉറുമ്പും പോലെ. മാധവമേനോൻ ഈ ബന്ധത്തിന് സമ്മതിക്കില്ല എന്ന് കട്ടായം പറഞ്ഞു. അതോടെ മിനിഞ്ഞാന്ന് ഈ പയ്യൻ കൊച്ചിനെ വിളിച്ചിറക്കിക്കൊണ്ട് പോകാൻ ആ വീട്ടിൽ ചെന്നിരുന്നു. പെണ്ണിറങ്ങി പോകാനും റെഡിയായിരുന്നു. പക്ഷെ തന്ത ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ അവൾ പോയില്ല. ഈ സംഭവം പുറത്തിറങ്ങിയാൽ നാണക്കേടാകുമെന്ന് കരുതി മറച്ചു വെച്ചു. പക്ഷെ ചെക്കനെ അന്ന് രാത്രി ആളെ വിട്ട് തല്ലിച്ചു അയാൾ. അതിൻ്റെ പിറ്റേന്ന് മുതൽ അവൻ മിസ്സിംഗ് ആണ്. പേടിച്ച് നാട് വിട്ടതാണെന്നും കേൾക്കുന്നുണ്ട്. അപ്പോഴേക്കും സാമിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അവൻ്റെ സുഹൃത്ത് CI സാജനായിരുന്നു ഫോണിൽ. സാജ, പറയടാ. കോൾ അറ്റൻഡ് ചെയ്ത് ഫോൺ കാതോട് ചേർത്ത സാം പെട്ടെന്ന് ശ്രദ്ധാലുവായി. ശേഷം പിന്നിലിരുന്ന അനീഷിന് നേരെ തിരിഞ്ഞു. അനീഷേ, ഈ കൊച്ചിൻ്റെ ആ കാമുകൻ്റെ പേര് ശരത് എന്നാണോ? അതെ സാറേ. മറുപടി പറയുമ്പോൾ അനീഷും അമ്പരന്നു. ശരി സാജൻ, നീ ഡീറ്റെയിൽസ് അയക്ക്, ഞാൻ നോക്കാം. സാം കോള് കട്ട് ചെയ്യുമ്പോൾ ആകാംക്ഷയിൽ അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അനീഷ്. അത് മനസ്സിലാക്കി വീണ്ടും തിരിഞ്ഞു അവൻ. അനീഷേ, ആ ചെറുക്കൻ നാട് വിട്ടതല്ല. ഇന്നലെ നൈറ്റ് തൃശ്ശൂർ ഒരു ലോഡ്ജിൽ അവനും ആത്മഹത്യ ചെയ്തു. 2 ദിവസമായി അവിടെ ഉണ്ടായിരുന്നു ആള്. സ്റ്റേഷൻ CI ആണ് ഇപ്പോൾ എന്നെ വിളിച്ചത്. ദൈവമേ, വല്ലാത്ത ചീത്തായി പോയല്ലോ ഇത്. ആ വാർത്ത അനീഷിനും നടുക്കമായി. എന്നിട്ട് ഇവിടുത്തെ ബാക്കി പറയാൻ അനീഷ് പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കി കേൾക്കാൻ ആകാംക്ഷയായി സാമിന്. എന്നിട്ടെന്താ സാറേ, ഈ മാധവൻ കൊച്ചിനെ മുറിയിലിട്ട് പൂട്ടി. ഇന്നിപ്പോൾ രാവിലെ നോക്കിയപ്പോൾ ഫാനിൽ തൂങ്ങി നിൽക്കുന്നു. ഓരോരോ ഭ്രാന്തുകൾ. പാവം ആ പെങ്കുച്ചിൻ്റെ ഭാവി തന്ത തന്നെ തുലച്ചു. ഒരു പാവം പയ്യൻ്റെ ജീവനും. അനീഷ് പറഞ്ഞു നിർത്തുമ്പോൾ അവരുടെ ജീപ്പ് മാധവമേനോൻ്റെ വീടിന് മുന്നിൽ എത്തിയിരുന്നു. പഴയ മോഡലിലുള്ള എന്നാൽ പ്രൗഢി ഒട്ടും തന്നെ കുറയാത്ത ഒരു വലിയ തറവാടായിരുന്നു അത്. വലിയ ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു അവിടെ. ജീപ്പിൽ നിന്നും സാം പതിയെ പുറത്തേക്കിറങ്ങുമ്പോൾ എല്ലാവരും അവനെ തന്നെ നോക്കി നിന്നു. പുതിയ CI ആണ്. ആള് വിടക്കാണ്. പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ആണെന്നാ കേട്ടെ. SI ലീവിലായോണ്ട് പുള്ളിയാണ് ചാർജ്. ആരൊക്കെയോ മുറുമുറുത്തു. സാം പതിയെ നടന്ന വീടിൻ്റെ മുൻവശത്തെത്തുമ്പോൾ അവിടെ പടിയിൽ തളർന്ന അവശനായി ഇരുന്നിരുന്നു മാധവമേനോൻ. സാമിനെ കണ്ടപാടെ ഒന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചു അയാൾ. പക്ഷെ വേണ്ട എന്ന അർത്ഥത്തിൽ അയാളുടെ ചുമലിൽ കൈവച്ചു അവൻ. എൻ്റെ മോള് പോയി സാർ. പൊന്നുപോലെ വളർത്തിയതാ ഞാൻ. വിതുമ്പുകയായിരുന്നു മാധവൻ. അയാളുടെ മുഖത്തേക്ക് അല്പനേരം നോക്കി നിന്ന ശേഷം ചുറ്റുമൊന്ന് കണ്ണോടിച്ചു സാം. എൻ്റെ മോളെ, നീ ഞങ്ങളെ വിട്ട് പോയല്ലോ. അകത്ത് വലിയ നിലവിളിയും ഒച്ചയും കേട്ടിരുന്നു. മാധവൻ സാറിൻ്റെ ഭാര്യയാണ് ശ്രീദേവി. അടുത്തുനിന്ന ആള് കാതോരം ചേർന്ന് അടക്കം പറയവേ അയാളെ ഒന്ന് നോക്കി സാം. നിങ്ങൾ? ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ് സാർ. പേര് സുഗതൻ. ഞാനാണ് രാവിലെ സ്റ്റേഷനിൽ വിവരം അറിയിച്ചത്. സുഗതൻ സ്വയം പരിചയപ്പെടുത്തി. മാധവനെ ഒന്ന് നോക്കി പതിയെ ഉള്ളിലേക്ക് കയറി സാം. പിന്നാലെ അനീഷും. അകത്തെ ബെഡ്റൂമിൽ അനീഷ് പറഞ്ഞതുപോലെ തന്നെ ഫാനിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു ശ്രീലക്ഷ്മിയുടെ മൃതദേഹം. ആ മുഖത്തേക്ക് ഒന്ന് നോക്കവേ വല്ലാത്ത വിഷമം തോന്നി സാമിന്. കാരണം അത്രമേൽ സുന്ദരിയായിരുന്നു അവൾ. പാവം, നല്ലൊരു കൊച്ച്. ജീവിക്കാൻ വിധിയില്ലാതായിപ്പോയി. അനീഷിനെ ഒന്ന് നോക്കി അവൻ. സത്യമാ സാറേ, നല്ല കൊച്ചായിരുന്നു. കാണാനും അതെ, സ്വഭാവത്തിലും അതെ. ഇവരുടെ ഈ ജാതിയും ജാടയും പൊങ്ങച്ചോ ഒന്നുമില്ലാത്തൊരു പാവം കൊച്ച്. അനീഷിൻ്റെ മറുപടി കേട്ട് പതിയെ ചുറ്റുപാടുമൊക്കെ ഒന്ന് പരതി സാം. ലെറ്റർ ഒന്നും കിട്ടിയില്ലേ? ഇല്ല സാർ, അങ്ങനൊന്നും കിട്ടിയില്ല. ഇവിടെ നടന്ന പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിപ്പോൾ വേറെ സംശയമൊന്നുമില്ല. ആത്മഹത്യ തന്നെയാണ്. ദേ, ഈ നിലത്ത് കിടക്കുന്ന സ്റ്റൂളിൽ കയറി നിന്ന് ബെഡ്ഷീറ്റ് കൊണ്ട് ഫാനിൽ കുറുക്കിട്ടു. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. റിപ്പോർട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അഴിച്ചിറക്കട്ടെ സാർ. എന്തിനാ ഇങ്ങനെ വെറുതെ നിർത്തിയേക്കുന്നത്? അനീഷ് പറഞ്ഞത് കേട്ട് അല്പസമയം മൗനമായി സാം. അനീഷേ, ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞാനൊന്ന് നോക്കട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ പതിയെ ആ ബെഡ്റൂം മുഴുവനായി ഒന്ന് നിരീക്ഷിച്ചു. ആ സമയം അവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അതെടുത്ത് സംസാരിച്ചുകൊണ്ട് സാം അല്പസമയം മുറിയുടെ ജനലിനരികിലായി നിന്നു. പുറത്തെ ജനലിനോട് ചേർന്ന് നിൽക്കുന്ന വലിയ മാവിൽ വലിയ മാങ്ങകൾ പിടിച്ചു നിന്നിരുന്നു. അതിലേക്ക് നോക്കി അല്പസമയം നിന്നു അവൻ. സാരെന്താ, മാങ്ങ വാങ്ങാൻ വന്നതാണോ?
അടുത്തുനിന്ന് പോലീസുകാർ കാതിൽ അടക്കം പറയവേ മിണ്ടരുതെന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടി അനീഷ്. ആ സമയം തന്നെ ശരത്തിന്റെ മരണവാർത്തയും പുറത്തറിഞ്ഞു തുടങ്ങിയിരുന്നു. വല്ലാത്ത ചീത്തായി പോയല്ലോ ഇത്. പാവം 2 പിള്ളേരുടെയും ജീവിതം തുലഞ്ഞു. കേട്ടവർ അടക്കം പറഞ്ഞു. സമയം അല്പനേരം കൂടി നീങ്ങി. അനീഷേ, ഈ മാവ് കൊള്ളാല്ലേ? ഏവനേലും ഈ റൂമിൽ നിന്ന് സീൻ കാണണേൽ ഇതിൽ വലിഞ്ഞു കയറിയാൽ മതി. തൊട്ടടുത്ത് തന്നെ ജനല്. സാമിന്റെ ആ കമന്റ് കേട്ടിട്ട് വാ പൊടിച്ചു അനീഷ്. സാർ, ഇതെന്തൊക്കെയാ പറയുന്നേ? ഇപ്പോൾ ഇതൊക്കെ പറയാനുള്ള നേരമാണോ? അവന്റെ മറുചോദ്യം കേട്ട് പുഞ്ചിരിച്ചു സാം. ചുമ്മാ പറഞ്ഞതാടോ. അപ്പോഴേക്കും സാമിന്റെ ഫോണിൽ DYSP അൻവറിന്റെ കോളെത്തി. സാർ, പറയണം സാർ. ഓക്കെ സാർ, പറയുന്നത് പോലെ. ഇല്ല, ഞാൻ നോക്കിക്കൊള്ളാം. ഓക്കെ സാർ. അത്രയും പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്യുമ്പോൾ ഒന്നും മനസ്സിലാകാതെ നോക്കി നിന്നു അനീഷ്. അനീഷേ, അഴിച്ചിറക്ക്, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്ക്. ആത്മഹത്യയല്ലേ, പോസ്റ്റ്മോർട്ടം ഒന്നും വേണ്ട. അൻവർ സാറാണ് വിളിച്ചത്. ഈ മാധവമേനോൻ ഒരു വലിയ പുള്ളിയാണ്. പിടി അങ്ങ് മുകളിൽ വരെ പോയിട്ടുണ്ട്. വേഗം കാര്യങ്ങൾ തീർക്കാനാണ് മുകളിൽ നിന്നുള്ള ഓർഡർ. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ പതിയെ മുറിക്ക് പുറത്തേക്കിറങ്ങി. ശേഷം വീടിനും. തളർന്ന അവശനായിരുന്ന മാധവമേനോന്റെ മുന്നിലാണ് അവൻ നേരെ ചെന്ന് നിന്നത്. മാധവൻ സാറേ, 1 മിനിറ്റ് ഒന്ന് വരാമോ? ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. ആ പറഞ്ഞത് കേട്ട് സംശയത്തോടെ അവനെ നോക്കി മാധവൻ. കൂടെ നിന്ന സുഗതനും അതേ ഭാവമായിരുന്നു. ഒന്ന് വാ സാറേ, അത്യാവശ്യമാണ്. മുന്നേ നടന്നുപോയ സാമിന് പിന്നാലെ അറച്ചറച്ച് പതിയെ മാധവമേനോന് ചെന്നു. ആ നടത്തം നിന്നത് ശ്രീലക്ഷ്മിയുടെ മുറിയോട് ചേർന്ന് നിന്നിരുന്ന ആ മാവിൻ ചുവട്ടിലായിരുന്നു. വീടിന് പിൻവശമായിരുന്നതിനാൽ അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു. അല്പസമയം മാവിൻ്റെ മുകളിലേക്കൊക്കെ നോക്കി നിന്ന ശേഷം മാധവന് നേരെ തിരിഞ്ഞു സാം. നിറയെ മാങ്ങയുണ്ടിതിൽ. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണോ? ആ ചോദ്യം കേട്ട് മാധവൻ ദയനീയമായി നോക്കി. സർ, എന്താ ഈ അവസ്ഥയിൽ? എന്നെ കളിയാക്കുവാണോ? അത് കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു സാം. എൻ്റെ മാധവൻ സാറേ, നിങ്ങൾ ആ ക്യാരക്ടറിൽ നിന്ന് ഒന്ന് ഇറങ്ങ്. അഭിനയം മതി. ഇത്തവണ ശരിക്കും നടുങ്ങിപ്പോയി മാധവൻ. അഭിനയമോ? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? പുഞ്ചിരിയോടെ തന്നെയാണ് സാം മറുപടി പറഞ്ഞത്. എൻ്റെ മാധവൻ സാറേ, ആ ചെറുക്കനില്ലേ നിങ്ങളുടെ മോളുടെ കാമുകൻ ശരത്ത്, അവൻ ഇന്നലെ തൃശ്ശൂർ ഒരു ലോഡ്ജിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. എന്തിനാണെന്നറിയണ്ടേ? ചോദ്യഭാവത്തിൽ സാം നോക്കുമ്പോൾ മാധവന്റെ മിഴികൾ കുറുകി. ആ ഭാവമാറ്റം കൃത്യമായി ശ്രദ്ധിച്ചു അവൻ. സ്വന്തം മകളെ ഒരച്ഛൻ കഴുത്ത് ഞെരിച്ച് കൊന്ന് റൂമിലെ ഫാനിൽ കെട്ടിത്തൂക്കുന്നത് ദേ ഈ മാവിൻ്റെ മുകളിലിരുന്ന് കണ്ട് ആകെ ഭയന്ന് വിറച്ചിട്ട്, പിന്നെ താൻ കാരണം തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് ജീവൻ പോയ കുറ്റബോധം, ഒപ്പം അവളില്ലാത്തൊരു ലോകം സങ്കല്പിക്കാൻ കഴിയാത്തതിനാൽ കത്തെഴുതി വെച്ചിട്ടുണ്ടവൻ. സാമിൻ്റെ ആ മറുപടി ശരിക്കും മാധവനെ ഞെട്ടിച്ചു. നെറ്റിയിൽ വിയർപ്പ് കിനിഞ്ഞു. ക്ഷണനേരം കൊണ്ട് അയാളുടെ മുഖഭാവം മാറിയത് മനസ്സിലാക്കിയ അവൻ. നിങ്ങൾ എന്ത് ഭ്രാന്താണ് പറയുന്നത്? എൻ്റെ മോളെ ഞാൻ കൊന്നെന്നോ? ആ വാക്കുകളിലെ പതർച്ച വേഗത്തിൽ തിരിച്ചറിഞ്ഞു സാം. നിങ്ങൾ കിടന്ന് ഉരുളണ്ട. ശരത്തിൻ്റെ ആത്മഹത്യക്കുറിപ്പുണ്ട്. പിന്നെ ഈ മാവിൻ്റെ മുകളിലിരുന്ന് അവൻ കണ്ടത് നല്ല വ്യക്തമായി ഫോണിൽ പകർത്തിയിട്ടുമുണ്ട്. ഇത് രണ്ടും എൻ്റെ ഫ്രണ്ട് സാജൻ്റെ കയ്യിലുണ്ട്. അവൻ അവിടെ CI. അതായത് ഈ വീട്ടിലേക്ക് ഞാൻ എത്തുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ മോളെ കൊന്നതാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. ഇത്തവണ മാധവന്റെ ഞെട്ടൽ പൂർണ്ണമായിരുന്നു. ഇത്തരമൊരു കെണി അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. താൻ പെട്ടു എന്ന് പൂർണ്ണമായും മനസ്സിലാക്കിയ അയാൾ സാമപ്പോൾ പതിയെ തൻ്റെ കൊമ്പൻ മീശയിൽ ഒന്ന് തലോടി. മാധവൻ സാറേ, ഞാൻ ഈ കാക്കി ഇടാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇതിനോടകം കുറെ ആത്മഹത്യകളും കണ്ടു. ഇവിടിപ്പോൾ മനഃപൂർവ്വം നിങ്ങളൊന്നും ചെയ്തതല്ല. പക്ഷെ ചെയ്തു കഴിഞ്ഞ ശേഷം നിങ്ങൾ ആകെ പാനിക്കായി. അതുകൊണ്ടാകണം ഫാനിലേക്ക് കുരുക്കിടാൻ ഉപയോഗിച്ചതെന്ന് വരുത്തി തീർക്കാൻ നിലത്തേക്ക് നിങ്ങൾ മറിച്ചിട്ടിരുന്ന ആ സ്റ്റൂളിൽ കയറി നിന്നാൽ മകൾക്ക് ഫാനിലേക്ക് കൈയെത്തില്ല എന്ന വസ്തുത ഓർക്കാതെ പോയത്. ഇനിയും ഉള്ള കാര്യം തുറന്നു പറയൂ. അത്ര കൂടി കേൾക്കവേ താൻ പിടിക്കപ്പെട്ടു എന്നുറപ്പിച്ചു മാധവൻ. അതോടെ അയാളുടെ മിഴികൾ ചുവന്നു. മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകി. മുഖത്തേക്ക് രോക്ഷം ഇരച്ചു കയറി. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ആ വർക്ക്ഷോപ്പുകാരൻ നാറിക്ക് അവളെ കെട്ടിച്ചു കൊടുക്കണോ? എന്നിട്ട് ഈ കുടുംബത്തിന്റെ മാനം കപ്പലേറ്റണോ? പലവട്ടം പറഞ്ഞു നോക്കിയതാ ഞാൻ. കേട്ടില്ല. സ്നേഹത്തോടെ പറഞ്ഞു, ശാസിച്ചു പറഞ്ഞു, അടിച്ചു. എന്നിട്ടും കേട്ടില്ല. അടുത്ത ബന്ധുവിന് സുഖമില്ലെന്നറിഞ്ഞു പോയ ശ്രീദേവി ഇന്നലെ തിരിച്ചു വന്നിട്ടില്ലായിരുന്നു. നൈറ്റ് വീണ്ടും അവളോട് സംസാരിച്ചതാ ഞാൻ. അപ്പോൾ അവള് അവൻ്റെ ഒപ്പം പോകാൻ നിൽക്കുവാന്ന്. അങ്ങനെ പോകുന്നതിനേക്കാൾ നല്ലത് ചത്ത തുളയുന്നത് തന്നെയാ.
അതുകൊണ്ട് തന്നെയാ കൊന്നുകളഞ്ഞ്. എന്റെ കുടുംബത്തിന്റെ മാനം, അന്തസ്, അതിനെ കോട്ടം വരുന്നതൊന്നും അനുവദിക്കില്ല ഞാൻ. വല്ലാത്തൊരു ഉന്മാദ അവസ്ഥയിലായിരുന്നു മാധവൻ. ഒക്കെയും കേട്ട് മൗനമായി നിന്നു സാം. ശേഷം പതിയെ അയാളുടെ അരികിലേക്ക് ചെന്നു. എന്നിട്ടിപ്പോ എന്തുണ്ടായി? എല്ലാം തെളിഞ്ഞില്ലേ? ഇനിയിപ്പോ അന്തസ്, അഭിമാനം അതൊക്കെ കപ്പല കയറിയില്ലേ? ആ ചോദ്യം കേട്ട് സാമിന്റെ മുഖത്തേക്ക് ഒന്ന് തുറച്ചു നോക്കി മാധവൻ. ഇത് മറയ്ക്കാൻ നിങ്ങൾക്ക് എത്ര വേണം? പറയും, ഒന്നും വെളിയിൽ ആരും അറിയരുത്. അതിനുവേണ്ടി എത്ര വേണേലും മുടക്കാൻ ഞാൻ റെഡി, പ്ലീസ്. അപേക്ഷയുടെ ആ വാക്കുകൾ കേട്ട് പുഞ്ചിരിച്ചു സാം. അതൊക്കെ അങ്ങനെ വഴിക്ക് വാ മാധവൻ സാറേ. പക്ഷെ ഞങ്ങൾ ഒന്നല്ല, രണ്ടാണ്. സിറ്റി സ്റ്റേഷൻ CI സാജൻ കൂടിയുണ്ട്, എൻ്റെ ഫ്രണ്ട്. രണ്ടാൾക്കും കൂടി ഒരു 50. അത് ഓക്കെ ആണേൽ ഇന്നുച്ചയ്ക്കകം ഞാൻ തരുന്ന അക്കൗണ്ടിൽ കാശ് വീഴണം. അങ്ങനെ വീണാൽ ആത്മഹത്യ ചെയ്ത മോളുടെ ബോഡി ഇന്ന് തന്നെ നിങ്ങൾക്ക് അടക്കം ചെയ്യാം. സമ്മതമല്ലേ നേരെ പോസ്റ്റ്മോർട്ടം, പിന്നെ അന്വേഷണം, വിലങ്ങ്. എന്ത് വേണമെന്ന് തീരുമാനിച്ചു പറയും. മറുത്തൊന്നും പറയുവാനില്ലായിരുന്നു മാധവന്. സമ്മതം. തുക എനിക്ക് പ്രശ്നമല്ല, പക്ഷെ ആരും അറിയരുതൊന്നും, ഒരു കാലത്തും. ഒന്ന് പുഞ്ചിരിച്ചു സാം. ശേഷം മാധവന്റെ ചുമലിൽ ഒന്ന് തട്ടി. അയാളുടെ മുഖത്ത് അപ്പോൾ ഒരു വിജയുടെ ഭാവം തെളിഞ്ഞിരുന്നു. പിന്നെ എല്ലാം വേഗത്തിലായിരുന്നു. ബോഡി അഴിച്ചിറക്കി അധികം വൈകാതെ തന്നെ മരണാനന്തര ചടങ്ങുകൾ അവസാനിപ്പിച്ചു. അടക്കം നടത്തി. പല പ്രമുഖരും പങ്കെടുത്ത ആ ചടങ്ങിൽ മാധവൻ മകളെ നഷ്ടപ്പെട്ട അച്ഛൻ്റെ നമ്പരം അഭിനയിച്ചു തകർത്തപ്പോൾ കാഴ്ചക്കാരനായി സാമു നോക്കി നിന്നു. മാധവൻ പറഞ്ഞ വാക്ക് പാലിച്ചു. ഉച്ചയോടകം തന്നെ സാം കൊടുത്ത അക്കൗണ്ടിലേക്ക് 50 ലക്ഷം രൂപ എത്തിയിരുന്നു. അങ്ങനെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ എല്ലാം അവസാനിച്ചു. ശ്രീലക്ഷ്മിയും ശരത്തും നഷ്ടപ്രണയത്തിന്റെ പ്രതീകങ്ങളായി അവശേഷിച്ചു. 2 ദിവസങ്ങൾ ശാന്തമായി തന്നെ കടന്നുപോയി. എന്നാൽ 3-ാം ദിവസം രാവിലെ തന്നെ ഒരു ബോംബ് വീണു. ഇപ്പോൾ കിട്ടിയ ഞെട്ടിക്കുന്ന ചില ദൃശ്യങ്ങളിലേക്ക്. പ്രമുഖ ബിസിനസ്സുകാരനായ മാധവ മേനോൻ സ്വന്തം മകൾ ശ്രീലക്ഷ്മിയെ കഴുത്തുഞെരിച്ചു കൊന്ന് ഫാനിൽ കെട്ടിത്തൂക്കുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് കേരളക്ക് ലഭിച്ചിരിക്കുന്നു. മരണപ്പെട്ട പെൺകുട്ടിയുടെ കാമുകൻ ഫോണിൽ പകർത്തിയതാണ് ഈ ചിത്രങ്ങൾ. 2 ദിവസങ്ങൾക്ക് മുന്നെയാണ് ഈ പെൺകുട്ടിയെ മരണപ്പെട്ട നിലയിൽ വീട്ടിൽ നിന്നും കണ്ടെത്തിയത്. പ്രഥമ ദൃഷ്ടിയിൽ ആത്മഹത്യയായി കണ്ട് പോലീസ് കേസ് ക്ലോസ് ചെയ്തിരുന്നതാണ്. ഈ വീഡിയോ പകർത്തിയ പെൺകുട്ടിയുടെ കാമുകൻ ശരത്തിന്റെ മൃതദേഹവും 2 ദിവസങ്ങൾക്ക് മുന്നേ ആത്മഹത്യ ചെയ്ത നിലയിൽ സിറ്റിയിലെ ലോഡ്ജിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ആ മരണത്തിലും മാധവ മേനോന് പങ്കുണ്ടോ എന്ന സംശയം ഞങ്ങൾ ഈ അവസരത്തിൽ മുന്നോട്ട് വയ്ക്കുകയാണ്. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയെടുക്കുന്നതിന് മുൻപേ തന്നെ മാധവന്റെ കയ്യിൽ വിലങ്ങ് വീണു. DYSP അൻവർ നേരിട്ടെത്തിയാണ് അയാളെ അറസ്റ്റ് ചെയ്തത്. അൻവർ, ഇത് അവൻ കളിച്ചതാ. ആ CI 50 ലക്ഷം അവൻ എൻ്റെ നിന്ന് വാങ്ങിയത്. എന്നിട്ട് അടങ്ങാത്ത രോക്ഷത്തിൽ പല്ലുകൾ ഞെരിച്ചു മാധവൻ. എന്നാൽ അത് കേട്ട് പുച്ഛത്തോടെ അയാളെ ഒന്ന് നോക്കി അൻവർ. എൻ്റെ മാധവ, ഇതിൽ ഇങ്ങനെയൊരു കളി ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു വാക്ക് എന്നോട് പറഞ്ഞുണ്ടായിരുന്നു തനിക്ക്. ആ സാം, അവൻ നിങ്ങളെ വിചാരിക്കുന്ന ആളല്ല. അവൻ്റെ കെട്ടിയോളാണ് ന്യൂസ് കേരളയുടെ ചീഫ് എഡിറ്റർ. അവനൊന്നും പുറത്തു പറയില്ല, പക്ഷെ അവന് വേണ്ടി അവള് പറഞ്ഞോളൂ എല്ലാം. ഇതിപ്പോ സംഗതി കയ്യിൽ നിന്ന് പോയി. താൻ കാശ് കൊടുത്തതിന് തെളിവ് പോലും കിട്ടിയിട്ടില്ല. അവൻ പക്ക ഫ്രോഡാണ്. പെട്ടത് പെട്ടു. അൻവറിന്റെ മറുപടി കേട്ട് നടുക്കത്തോടെ നിന്നു മാധവ മേനോൻ. ആ സമയം വീട്ടിലിരുന്ന് ന്യൂസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു സാം. ഒപ്പം സാജനും. ആ പയ്യനും കൊച്ചും അന്ന് രാത്രി ഒളിച്ചോടാനിരുന്നതാ. അതിനാ അവനെന്നാ വീട്ടിൽ ചെന്നേ. പക്ഷെ കണ്ണിൽ കണ്ടത് പാവത്തിനെ കൊല്ലുന്നതാണ്. എല്ലാം അവൻ ലെറ്ററിൽ എഴുതിയിരുന്നു. സാജൻ പറഞ്ഞത് കേട്ട് ഒന്ന് മൂളി മൗനമായിരുന്നു സാം. TV-യിൽ മാധവ മേനോനെ അറസ്റ്റ് ചെയ്യുന്ന വിഷ്വൽസ് കാണുന്നുണ്ടായിരുന്നു. അത് കണ്ട് പതിയെ പല്ല് ഞെരിച്ചു അവൻ. പന്നം മോൻ, സ്വന്തം മോളെയാണ്. കിടക്കട്ടെ അകത്ത്. അവൻ്റെ കാശ് മാത്രമല്ല, വീടടക്കം എഴുതി വാങ്ങേണ്ടതാണ്. കൊമ്പൻ മേശ ഒരിക്കൽ കൂടി പിരിച്ചുകൊണ്ട് സെറ്റിയിലേക്ക് ചാഞ്ഞു സാം. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.